നമസ്കാരം. ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇപ്പോൾ മാസം 2000 രൂപ പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ, അതുപോലെ തന്നെ സർക്കാർ പെൻഷൻ വർദ്ധിപ്പിക്കുകയാണെങ്കിൽ 3000 രൂപ ലഭിക്കാൻ വേണ്ട നടപടികൾ എന്തെല്ലാമാണ്? ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്ന പെൻഷൻ തുടർന്ന മാസങ്ങളിലും പെൻഷൻ ലഭിക്കണമെങ്കിൽ നിർബന്ധമായി ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. ഇത് ചെയ്യാത്ത പക്ഷം പിന്നീട് അവർക്ക് പെൻഷൻ വർധനവോ അതല്ലെങ്കിൽ നിലവിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്ന 2000 രൂപയോ ലഭിക്കുകയില്ല. എന്തെല്ലാമാണ് ആ കാര്യങ്ങളെന്ന് വളരെ വിശദമായി നോക്കാം. അതിനു മുന്നോടിയായി ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഇപ്പോൾ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ഈ ചാനൽ ഒരു തരത്തിലുള്ള മതപരമായ കാര്യങ്ങൾ, രാഷ്ട്രീയപരമായ കാര്യങ്ങളൊന്നും വരുന്നതല്ല. ഗവൺമെന്റിൽ നിന്ന് ലഭിക്കുന്ന സേവനങ്ങൾ, ആനുകൂല്യങ്ങൾ, അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസുകൾ വരുന്നത്. ശ്രദ്ധിക്കുക, ഗവൺമെന്റ് സേവനങ്ങളും അറിയിപ്പുകളും എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം. നിങ്ങൾക്ക് ഏറ്റവും പുതിയ അറിയിപ്പുകൾ ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. ഫേസ്ബുക്കിലൂടെ നിങ്ങൾ വീഡിയോ കാണുന്നെങ്കിൽ ചാനൽ ഒന്ന് ഫോളോ ചെയ്ത് വെക്കുക. 60 വയസ്സ് കഴിഞ്ഞ ആളുകൾക്ക് ലഭിക്കുന്ന വാർദ്ധക്യ പെൻഷൻ, വിധവകളായ സ്ത്രീകൾക്ക് ലഭിക്കുന്ന വിധവാ പെൻഷൻ, 50 വയസ്സ് കഴിഞ്ഞ ആളുകൾക്ക് ലഭിക്കുന്ന പുനർവിവാഹിതയില്ലാന്നുള്ള പെൻഷൻ, അതുപോലെ തന്നെ കാർഷിക പെൻഷൻ, ഡിസബിലിറ്റി പെൻഷൻ പോലത്തെ മാസം 2000 രൂപ ലഭിക്കുന്ന പെൻഷൻ ലഭിക്കുന്ന എല്ലാ ഉപഭോക്താക്കളും നിർബന്ധമായിട്ട് ചെയ്യേണ്ട കാര്യമാണ് വരുമാന സർട്ടിഫിക്കറ്റ് നൽകുക എന്നുള്ളത്. അത് നൽകാതെ ഇരുന്ന് കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള പെൻഷനോ അതല്ലെങ്കിൽ 3000 രൂപ പെൻഷൻ വർദ്ധിപ്പിക്കുകയാണെങ്കിൽ അതോ ലഭിക്കുകയില്ല. നമുക്ക് നമ്മുടെ പ്രൊഫൈൽ ചെക്ക് ചെയ്യാം. നമ്മുടെ പെൻഷൻ സംബന്ധമായ എല്ലാ കാര്യങ്ങളും നമുക്ക് തന്നെ ചെക്ക് ചെയ്യാം. നമ്മൾ ഏതെങ്കിലും ഒരു സമയത്ത് പെൻഷൻ വരുമാന സർട്ടിഫിക്കറ്റ് നൽകിയിട്ടുള്ള ആളുകളാണെങ്കിൽ അവർ പിന്നീട് നൽകേണ്ട ആവശ്യമില്ല. അത് ഒറ്റ പ്രാവശ്യം മാത്രം നൽകിയാൽ മതി ആ ഒരു വരുമാന സർട്ടിഫിക്കറ്റ്. അതുപോലെ തന്നെ വർഷങ്ങൾക്ക് മുമ്പിൽ പെൻഷൻ ലഭിക്കൽ തുടങ്ങിയ ആളുകളാണെങ്കിൽ അന്ന് അവർ നൽകിയിട്ടുണ്ടാവുക ഓഫ്ലൈൻ വഴി നമ്മൾ വില്ലേജ് ഓഫീസിൽ നിന്ന് നേരിട്ട് വാങ്ങിയ വരുമാന സർട്ടിഫിക്കറ്റ് ആയിരിക്കാം. അങ്ങനെയുള്ള ആളുകളും ഇപ്പോൾ വരുമാന സർട്ടിഫിക്കറ്റ് നൽകണം. കമ്പ്യൂട്ടർ അനിശ്ചിതമായി QR കോഡുള്ള വരുമാന സർട്ടിഫിക്കറ്റാണ് എല്ലാ ആളുകളും നൽകേണ്ടത്. നമ്മുടെ പെൻഷൻ പോർട്ടൽ വഴി നമുക്ക് ചെക്ക് ചെയ്യാം നമ്മുടെ പെൻഷൻ സംബന്ധമായ എല്ലാ കാര്യങ്ങളും. അവിടെ ഏറ്റവും അടിയിൽ വരുമാന സർട്ടിഫിക്കറ്റ് നൽകിയിട്ടുണ്ടെങ്കിൽ അത് കാണിക്കുന്നുണ്ട്, ഇല്ലെങ്കിൽ ഇല്ല എന്നും കാണിക്കുന്നുണ്ട്. നമ്മുടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് തന്നെ നമുക്കിത് ചെക്ക് ചെയ്യാൻ സാധിക്കും. നമ്മുടെ മൊബൈൽ ഫോണിൽ ഗൂഗിൾ ഓപ്പൺ ആക്കി പെൻഷൻ തിരിച്ചിലെന്നോ പെൻഷൻ പോർട്ടലെന്നോ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എല്ലാ കാര്യങ്ങളും അവിടെ അറിയാൻ സാധിക്കും. ഒന്നുകിൽ നമ്മുടെ ആധാർ നമ്പർ അവിടെ നൽകുക, അതല്ലെങ്കിൽ പെൻഷൻ ID നൽകുക, അതല്ലെങ്കിൽ ബാങ്ക് പാസ്ബുക്ക് നൽകുക. ഇതിൽ ഏതെങ്കിലും ഒന്ന് നൽകിക്കഴിഞ്ഞാൽ നമുക്ക് തന്നെ അറിയാൻ സാധിക്കും. ഇതിൻ്റെ ലിങ്ക് ആവശ്യമുള്ള ആളുകൾ ലിങ്ക് ഒന്ന് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ലിങ്ക് അയച്ചു തരുന്നതാണ്. അതുപോലെ തന്നെ നമ്മളുടെ സബ്സ്ക്രൈബ് ബട്ടൺ എടുത്ത ആളുകൾക്കാണെങ്കിൽ വാട്സപ്പ് മുഖാന്തരം നമ്മൾ ഈ ഒരു സേവനം നൽകുന്നുണ്ട്. നിങ്ങൾ യൂട്യൂബിലാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ ആദ്യം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്ന് ജോയിൻ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നിങ്ങളുടെ വാട്സപ്പ് നമ്പർ ലഭിക്കും. ആ നമ്പറുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മുടെ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അറിയാൻ സാധിക്കും. നമ്മുടെ ജനന സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ആരോഗ്യ ഇൻഷുറൻസ് കാർഡുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇങ്ങനെ എല്ലാ കാര്യങ്ങളും നമുക്ക് നിങ്ങളുമായി വാട്സപ്പിൽ ബന്ധപ്പെടാം. അത് നമ്മൾ മാസം 25 രൂപ ചാർജ് ഈടാക്കുന്നുമുണ്ട്. വരുമാന സർട്ടിഫിക്കറ്റ് നൽകാത്ത ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് തൊട്ടടുത്തുള്ള അക്ഷയ കേന്ദ്രങ്ങൾ, മറ്റ് ജനസേവന ഓൺലൈൻ സേവന കേന്ദ്രങ്ങളുമായി നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം, നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്യാം. അത് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ, നമ്മുടെ സ്ഥലത്തിൻ്റെ നികുതി ഷീറ്റ്, സ്വന്തമായി സ്ഥലമില്ലാത്ത ആളുകൾ നികുതി ഷീറ്റ് നൽകേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ നമ്മുടെ റേഷൻ കാർഡിൻ്റെ കോപ്പി, നമ്മുടെ ആധാർ കാർഡിൻ്റെ കോപ്പി എന്നിവയുമായി നിങ്ങൾ അക്ഷയ കേന്ദ്രങ്ങൾ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 50 രൂപ നൽകിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടുന്ന് വരുമാന സർട്ടിഫിക്കറ്റ് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കും. 2-3 ദിവസങ്ങൾക്കകം അത് വില്ലേജ് ഓഫീസർ വെരിഫൈ ചെയ്ത് അപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സർട്ടിഫിക്കറ്റ് ലഭിക്കും. ഈ സർട്ടിഫിക്കറ്റുമായി നിങ്ങൾ വീണ്ടും അക്ഷയ കേന്ദ്രങ്ങളിൽ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു സൈറ്റിൽ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാം. തുടർന്ന് നിങ്ങൾക്കും പെൻഷൻ ലഭിക്കും. ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്ന 2000 രൂപയ്ക്ക് പകരം ഈ മാസം 19-ാം തീയതിയാണ് നമ്മുടെ ബജറ്റ് അവതരണം. ഈ ബജറ്റിൽ ചിലപ്പോൾ നമ്മുടെ പെൻഷൻ വർധന അടക്കമുള്ള കാര്യങ്ങൾ പരാമർശിച്ചേക്കാം. ഏതായാലും നിങ്ങൾ ഫേസ്ബുക്കിലൂടെ നിങ്ങൾ വീഡിയോ കാണുന്നെങ്കിൽ ഇപ്പോൾ തന്നെ ഫോളോ ചെയ്ത് വെക്കുക. നമ്മുടെ ഈ ചാനൽ ഇതുപോലത്തെ വീഡിയോസുകളായിരിക്കും തുടർന്നും വരുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ കൂടി മറക്കരുത്. ഇനി ഒരു